വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴയുണ്ടാകും. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയും ചെയ്യും. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, മലവെള്ളപ്പാച്ചിലുണ്ടാകും, മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ മുന്നറിയിപ്പ് പറയുന്നത്. മലയോര മേഖലയിലൊക്കെ തന്നെ ജാഗ്രത പുലർത്തുകയും വേണം. പ്രത്യേകിച്ച് വയനാട് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മഴ ശക്തമാകുന്നത്? എന്തൊക്കെ കരുതൽ സ്വീകരിക്കണം? വിനീത, അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് വയനാട്ടിൽ റെഡ് അലർട്ടും മറ്റ് 8 ജില്ലകളിൽ, അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് ഒഴികെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. സമാനമായി തന്നെയാണ് നാളെ സംസ്ഥാനത്ത് 10 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. അത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ ഒഴികെയുള്ള മറ്റ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ന്യൂനമർദ്ദമാണ് അതിശക്തമായ മഴയ്ക്ക് വഴിയൊരുക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. NDRF ഉൾപ്പെടെയുള്ള സുരക്ഷാ സംഘങ്ങൾക്ക് ആ രീതിയിൽ വിന്യസിക്കാനുള്ള നിർദ്ദേശവും നൽകുന്നു. റവന്യൂ വിഭാഗവും സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗവും നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ചില നദികളിൽ അലേർട്ട് നൽകിയിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം തന്നെയാണ് സംസ്ഥാനത്തെ ചില നദികളിൽ അതിശക്തമായ ഒഴുക്കുണ്ടാകും എന്ന നിരീക്ഷണം, ഒരു മുന്നറിയിപ്പ് നൽകുന്നു. കാരണം മലയോര മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്, മിന്നൽ പ്രളയത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നദികളിൽ അത്തരം മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. കാറ്റുണ്ടാകുന്നത് കൊണ്ട് തന്നെ അത്തരം മരങ്ങൾ കടപുഴകി വീണുള്ള അപകട സാധ്യതയുമുണ്ട്. ഒപ്പം തീരത്ത് അതീവ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം. കാരണം കാറ്റുള്ളതുകൊണ്ട് കടൽ പ്രക്ഷുബ്ധമാണ്, കടലിലേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശവും നൽകുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് കടലിലേക്ക് ഇറങ്ങിയ ഒരു മത്സ്യത്തൊഴിലാളി വള്ളം തകർന്ന് മരിച്ച ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി തീരത്ത് ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 50 കിലോമീറ്റർ വരെ വേഗതയിൽ സംസ്ഥാനത്ത് കാറ്റടിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പായി നൽകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പിൽ അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് പറയുന്നത്. ഒപ്പം 50 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റുണ്ടാകും. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയും ഇപ്പോൾ അടുത്ത 3 മണിക്കൂറിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിക്കുന്നു. വിനീത, ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. മഴ കനക്കുകയാണ്. തീർച്ചയായും ജാഗ്രത വേണം. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും ഒക്കെ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കരുതലോടെ വേണം മുന്നോട്ട് പോകാൻ എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. രൂക്ഷമായ മഴക്കെടുതിയാണ് വിവിധ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് 3 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുമുള്ളത്.